യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെള്ളിയെപ്പോലെ, നിക്ഷേപങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്വേഷിച്ചാൽ, ദൈവം ഉണ്ടെന്ന് അന്വേഷിച്ചാൽ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണോ, ദൈവം പ്രവർത്തിക്കുന്നവനാണോ, ദൈവം മറുപടി നൽകുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിശ്ചയമായും നിങ്ങൾ കണ്ടെത്തും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ദൈവം വിടുവിക്കുന്നവനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചവരുണ്ട്. അവരൊക്കെ കണ്ടിട്ടുണ്ട് ദൈവം ഉണ്ടെന്നും ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്നും ദൈവം വിടുവിക്കുമെന്നൊക്കെ. യഹോവയെ അന്വേഷിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെ തിരയുവൻ. ദൈവത്തിന് ശക്തിയുണ്ടോ? ശക്തിയുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കാൻ തയ്യാറായാൽ നിശ്ചയമായി നിങ്ങൾ കണ്ടെത്തും. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. ആ മറുപടി യാചനയിലൂടെയാണ്. എത്ര പേർക്ക് യാചിക്കാൻ കഴിയും? നമ്മുടെ കർത്താവായ യേശു തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ, അപേക്ഷയും അഭയയാചനയും കഴിച്ചപ്പോൾ ഉത്തരം ലഭിച്ചു. ഭയഭക്തിയോടെ യേശു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവം പ്രാർത്ഥിച്ചാൽ മറുപടി തരുമോ എന്ന് അന്വേഷിക്കുന്നവരാണെങ്കിൽ ആ മറുപടി വരുന്നത് യാചനയിങ്കലാണ്. അങ്ങനെ അന്വേഷിക്കുന്നവർ, നിങ്ങൾ വാസ്തവമായും നിങ്ങളുടെ ജീവിതത്തിലൊരു വിടുതൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യാചിക്കാൻ തോന്നും. നിങ്ങൾക്ക് ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കാൻ തോന്നും. കാരണം നിങ്ങൾക്കൊരു വിഷയമുണ്ട്, നിങ്ങൾക്കൊരു മറുപടി അത്യാവശ്യമാണ്. എന്നാൽ ദൈവം ഉണ്ടോ എന്ന് പരമാർത്ഥതയോടെ അന്വേഷിക്കാതെ പരീക്ഷണത്തോടെയൊക്കെ സമീപിക്കുന്നവർക്ക് യാചിക്കാൻ കഴിയത്തില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് വിഷയങ്ങൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. കാരണം അവർ യാചിക്കുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ അപേക്ഷിക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽ വാസ്തവമായും ദൈവമുണ്ട് എന്ന് പറയുന്നവർ, അവരിതുപോലെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ്. അവർ അപേക്ഷിച്ചവരാണ്. അവർ മറുപടി വരുന്നത് വരെയും പ്രാർത്ഥിച്ചവരാണ്. ലജ്ജ കൂടാതെ മുട്ടിയവരാണ്. കതക് തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരുന്നവരാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചവരാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടായിരുന്നു. അവർ ക്ഷമയോടെ കാത്തിരുന്നവരാണ്. അവർ കണ്ടിട്ടുണ്ട് ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം ഇറങ്ങി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെവരെ അങ്ങനെ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടിയാൽ തുറക്കപ്പെടും. ഇത് വചനമാണ്, സത്യമാണ്. ആയിരങ്ങൾ സാക്ഷികളായി നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, പ്രതീക്ഷയോടെ അന്വേഷിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.